പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം ഓരോ പ്രതീക്ഷകളുണ്ട്. ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് നടക്കും എന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. ചില പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് ഒരുപക്ഷെ അവർ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞില്ലാതിരിക്കുമ്പോൾ അവരാ പ്രതീക്ഷിക്കുന്ന കുറേ നാളുകളുണ്ട്. ചിലരെ സംബന്ധിച്ച് നല്ല വിദ്യാഭ്യാസമായിരിക്കാം, ഉയർന്ന വിദ്യാഭ്യാസം. അവരെ കാത്തിരിക്കുന്ന സമയം അവർക്ക് ആ പ്രതീക്ഷിച്ച പോലെ വിദ്യാഭ്യാസത്തിൽ വരാൻ കഴിയുന്നില്ല. മറ്റു ചിലർ സ്വന്തമായൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് ദീർഘനാളുകൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും അവർ പ്രതീക്ഷിച്ച ആ സമയത്ത് കാര്യങ്ങൾ നടന്നില്ല. ചിലരെ സംബന്ധിച്ച് ഒരു ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കാം. അവരുടെ പ്രായം മുമ്പോട്ട് കടന്നു പോകുന്നതനുസരിച്ച് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറയുന്നു എന്നവർക്ക് തന്നെ ഒരു തോന്നലാണ്. ചിലരെ സംബന്ധിച്ചത് പ്രൊമോഷൻ. എന്തുതന്നെയാണെങ്കിലും ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വരുന്നതായ ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ യേശു കർത്താവ് ഇന്നും മതിയായവനാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് രണ്ട് ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ആ നിലയിൽ നമ്മളോട് സംസാരിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 46 അഥവാ ഒടുവിലത്തെ പാരഗ്രാഫ്. അവിടെ യേശു എരിഹോവിൽ എത്തിയിട്ട് എരിഹോവിൽ നിന്ന് പുറപ്പെടുന്ന സമയം തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായൊരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരിക്കുന്നതായി കാണും. നസറയനായ യേശു എന്ന് കേട്ടിട്ട് ആ ഭിക്ഷക്കാരനായ അല്ലെങ്കിൽ ആ കുരുടനായ ബർത്തിമായി അവിടെ നിന്ന് ഉറക്കെ വിളിക്കുകയാണ്, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. പലരും ആ സമയത്ത് അവനോട് പറയുക, മിണ്ടാതിരിക്കുക, ശബ്ദമുണ്ടാക്കാതെ എന്ന് പറയുമ്പോൾ അവനെ ശാസിച്ചപ്പോൾ കൂടുതൽ സൗണ്ടിൽ ആവശ്യബോധത്തോടുകൂടുള്ളൊരു നിലവിളി ബർത്തിമായിൽ നിന്ന് വരികയാണ്. അതിങ്ങനെയാണ്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബർത്തിമായി എന്ന മനുഷ്യൻ കുരുടനാണ്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ പുറമേയുള്ള കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണേലും അകമേയുള്ള അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അത് തുറന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കി ദൈവവചനം വായിപ്പാനോ അല്ലെങ്കിൽ വരാൻ പോകുന്ന മെസ്സിഹായെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടില്ല എങ്കിലും അദ്ദേഹം മെസ്സിഹായെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വിശേഷാൽ പഴയ നിയമത്തിൽ 2 ഭാഗങ്ങളിലായിട്ട് യെശയ്യാപ്രവചനം 61-ാം അധ്യായം ആരംഭവാക്യങ്ങളിൽ എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയെ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. അപ്പോൾ മശിഹായെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്? ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ, തടവുകാർക്ക് വിടുതൽ നൽകുവാൻ, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാൻ, യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാൻ, ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിപ്പാൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ യെശയ്യാപ്രവചനം 35-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം അതിനെ തുടർന്നുള്ളത്. തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം വരുന്നു, രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞേച്ച് അടുത്തത് 5-ാം വാക്യം, അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല, അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും. പറഞ്ഞു വന്ന വിഷയത്രയേ ഉള്ളൂ. ബാഹ്യമായ നയനങ്ങൾ അടഞ്ഞിരിക്കുന്ന കുരുടനായ ബർത്തിമായി കണ്ണുകൾ കൊണ്ട് വായിച്ച് തിരുവചനം, അതായത് വിശുദ്ധ പഴയ നിയമത്തിലെ തോറ ഉൾപ്പെടുന്ന വചനഭാഗങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിലും കേട്ടിട്ടുള്ള ദൈവവചനത്തിലൂടെ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഒരു വാഗ്ദത്ത പുത്രൻ വരുന്നുണ്ട്. അത് ദാവീദിൻ്റെ പുത്രനായ മിശിഹായാണ് എന്നുള്ളത് അദ്ദേഹം വചനത്തിലൂടെ മനസ്സിലാക്കിയപ്പോൾ ആ വരുന്ന ഉദ്ദേശത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയത് ബദ്ധന്മാർക്ക് വിടുതലുണ്ട്, കുരുടന്മാർക്ക് കാഴ്ചയുണ്ട്. ഞാനിത് പറയുമ്പോൾ യേശു കർത്താവ് നസറയത്തിലെ പള്ളിയിൽ വെച്ച് പുസ്തകമെടുത്ത് വായിച്ച ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം
4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. അതിൽ പ്രത്യേകിച്ച് 18-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം യേശുവിന് കിട്ടിയപ്പോൾ അത് പുസ്തകം വിടർത്തി ഇത് കേട്ടു: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ 1, കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിട്ടയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കും. ആ മെയിൻ പോയിന്റ് മാത്രം പറയാം. കുരുടന്മാർക്ക് കാഴ്ചയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയ ഈ ബർത്തിമായി ആ കേട്ട നിമിഷം മുതൽ ഈ മിശിഹായെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക. താനൊരു ഭിക്ഷാടനമാണ് നടത്തി ഉപജീവനം അല്ലെങ്കിൽ കഴിക്കുന്നതെങ്കിലും തൻ്റെ പ്രതീക്ഷ മുഴുവൻ മിശിഹ വരുന്നുണ്ട്. മിശിഹ വരുമ്പോൾ തൻ്റെ ഈ സ്ഥിതിക്കെല്ലാം ഭേദം വരും. ഞാൻ ഈ പറയുന്ന ഭാഗം നിങ്ങളൊന്ന് മനസ്സിലൊന്ന് കണ്ടേ. ഈ ബർത്തിമായി തൻ്റെ ആ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന ഓരോ നിമിഷവും യേശു അഥവാ മിശിഹായെ കാണാൻ വേണ്ടി ആഗ്രഹത്തോടെ കാത്തിരിക്കുക. വളരെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുൻപിലൂടെ ഇതാ ഒരു ദിവസം യേശു അഥവാ മിശിഹായും തൻ്റെ ശിഷ്യന്മാരും തന്നെ അനുഗമിക്കുന്ന പുരുഷാരവും നടന്നു പോവുകയാണ്. ഇത് വളരെ അർത്ഥവത്തായ ഒരു ചിന്തയാണ്, മറ്റൊന്നുമല്ല. താൻ വളരെ നാളുകൾ കൊണ്ട് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ആ നിമിഷമാണ്. മിശിഹായെ മുഖാമുഖം കാണാൻ എന്തെങ്കിലും ഒരു അവസരമുണ്ടെങ്കിൽ നിശ്ചയമായും തൻ്റെ ജീവിതത്തിൽ അത് വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും ദിനമാണെന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. എന്നാൽ ഈ കുരുടനായ ബർത്തിമായി ഇരിക്കുന്ന അതിലൂടെ യേശു കർത്താവ് മുമ്പോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. യേശു കർത്താവ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ മുമ്പോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഈ തൻ്റെ മുമ്പിലൂടെ യേശു കടന്നു പോകുന്നത് നമ്മളൊന്ന് ഭാവനയെ കാണുമ്പോൾ മുമ്പോട്ട് യേശു കടന്നു പോയി. ഞാൻ ആ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. ഈ ബർത്തിമായി മനസ്സിൽ ആഗ്രഹിച്ച ആ വിടുതൽ നടക്കേണ്ടുന്ന നിമിഷങ്ങളായിരുന്നു അത്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും എന്നുള്ള നിലയിൽ താൻ ആഗ്രഹിച്ച പ്രതീക്ഷിച്ച ആ വിടുതൽ ഇതാ തൻ്റെ മുമ്പിലൂടെ കടന്നു പോയി. എന്താ കടന്നു പോയെന്നുള്ള തെളിവ്? അതുകൊണ്ടാ ചോദിക്കുക, എന്താ ഇത്രയും ബഹളം, എന്താ ഈ പുരുഷാരം? അവർ പറയുന്നു, നസറായനായ യേശു ഇതുവഴി കടന്നു പോകും, ഇതുവഴി കടന്നു പോകും. അപ്പോൾ കുറച്ച് നേരമായി ജനത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്രയുടെ ശബ്ദമൊക്കെ കേൾക്കാവുന്നതുകൊണ്ട് അദ്ദേഹം ആ നിമിഷം നസറായനായ യേശു എന്ന് കേട്ട ആ നിമിഷം ഒറ്റ നിലവിളിയാണ്, ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ. സത്യത്തിൽ ഈ കൂടെയുള്ളവർക്കൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ അതിനെ മറ്റൊരു രീതി പറഞ്ഞാൽ, പുറമേയുള്ള കണ്ണടഞ്ഞിരിക്കുന്ന വ്യക്തി തൻ്റെ ജീവിതത്തെക്കുറിച്ച് എപ്പോഴൊരു ബോധവാനാണോ ആ നിമിഷം മുതൽ അവൻ്റെ കണ്ണ് തുറന്നെന്ന് പറയാം. മനസ്സിലായോ? തന്നെ തന്നെ എപ്പോഴൊന്ന് കാണാൻ കഴിഞ്ഞ ആ നിമിഷം മുതൽ ഈ കുരുടനായ മനുഷ്യനെ കാണാൻ കഴിയുന്നു. തൻ്റെ ഭാവി തനിക്ക് വേണ്ടി ദൈവം കരുതുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളും പ്രതീക്ഷിച്ച് കാത്തിരുന്ന, ഞാൻ ആദ്യമേ പറഞ്ഞ ചില കാര്യങ്ങൾ, അത് ഒരു തലമുറയുടെ കാര്യമാകാം. ഇനിയിപ്പം പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല. സക്കറിയാവ്, എലിസബത്ത് എന്നിവരുടെ ചിന്ത അങ്ങനെ ആയിരുന്നു കാണാം. അവർ ദീർഘനാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചുവെങ്കിലും അവർക്കൊരു കുഞ്ഞിക്കാല് കാണാൻ, അതൊരു കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ വൃദ്ധരായ ശേഷം ലൂക്കോസിൻ്റെ സുവിശേഷം 1-2 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു അത്ഭുതകരമായ ഒരു തലമുറയെ, അതായത് യോഹന്നാൻ സ്നാപകനെ സക്കറിയാവിനും എലിസബത്തിനും കർത്താവ് കൊടുക്കാനിടയായി. നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് കാര്യങ്ങൾ നടന്നില്ല, ഇനിയിപ്പം നടക്കത്തില്ല എന്ന് നമ്മുടെ മനസ്സോ നമ്മളോട് ചുറ്റും നിൽക്കുന്നവരോ നമ്മളെ കാണുന്നവരൊക്കെ പറയുമെങ്കിലും ഇന്ന് ദൈവാത്മാവ് പറയുന്നു, ഒരുപക്ഷെ വൈകിയെന്ന് തോന്നിയാലും, അതിനുള്ള കാര്യങ്ങൾ സമയങ്ങളൊക്കെ കടന്നുപോയെന്ന് തോന്നിയാലും, അത്ഭുതങ്ങളെ ചെയ്യുവാൻ യേശു ക്രിസ്തു ഇന്നും നമ്മളോട് കൂടെയുണ്ട്. യേശു കർത്താവിനൊന്നും അസാധ്യമല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ വലിയ വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും കാണുകയില്ല, നല്ല ഒരു ജോലിക്കായിട്ട് ശ്രമിച്ചിട്ട് ഇതുവരെയും നടന്നിട്ടില്ല, ഒത്തിരി എക്സാമുകൾ അല്ലെങ്കിൽ ആ നിലയിൽ റെക്കമെൻഡേഷനൊക്കെ പോയി ഒന്നും നടന്നില്ല, ഇനിയിപ്പോൾ ഒന്നും നടക്കത്തില്ല എന്നൊരു മനസ്സിൽ ചിന്ത വരുന്നെങ്കിൽ ഇന്ന് ദൈവാത്മാ പറയുന്നു, അല്ല, നിനക്ക് വേണ്ടി ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. കാലഘട്ടത്തെ സ്തോത്രം നോക്കി, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നടക്കുന്ന സംഭവങ്ങളെ നോക്കി, ഇനിയിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പോകത്തുള്ളൂ, ചില പറയത്തില്ലേ, ചില അസുഖങ്ങൾ വന്നാൽ എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, അങ്ങനൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. അവയുടെ മേൽ നമുക്ക് ജയം തരുവാൻ, അവയിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ, അവയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി നിലനിർത്തുവാൻ
സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രസാദമുണ്ട്. ഇന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്ന യേശു കർത്താവിൽ നമുക്കൊന്ന് ആശ്രയിക്കാം, വിശ്വസിക്കാം. സ്തോത്രം. ഭവനമില്ലേ? നിനക്ക് വേണ്ടി ദൈവം അത്ഭുതകരമായി വഴി തുറന്നു തരും. കൂട്ടിവെച്ച കാശ് ഒത്തിരി പേര് ബാങ്കിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്തവർ നോക്കി നിന്നിട്ടും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പക്ഷേ ദൈവം ഒരു വഴി തുറന്നാൽ, എസ്തേറിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന പുസ്തകത്തിലുണ്ട്, അവരെ ശത്രുക്കളായി കണ്ടവരെ തകർത്ത് കളയാൻ നോക്കിയ വ്യക്തിയാണ് ഹാമാൻ. എന്നാൽ ആ ഹാമാൻ്റെ ഭവനം ഭിന്നതയിൽ ആ രാജാവ് എടുത്ത് എസ്തേറിന് കൊടുത്തതായി നമ്മൾ വായിക്കണം. ദൈവം നിനക്ക് വേണ്ടി കരുതും, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിശ്ചയമായിട്ടും വിശ്വാസത്തോടെ, യേശു കർത്താവിലുള്ള ആഴമേറിയ വിശ്വാസത്തോടെ, കർത്താവെ അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായി നന്ദി എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കരേറ്റാൻ നമുക്ക് കഴിയട്ടെ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു, പല ഇൻ്റർവ്യൂകൾ നോക്കി, പല എക്സാമുകൾ നോക്കി, ചിലപ്പോൾ ചില 0.5 ആയിരിക്കാം പരാജയപ്പെട്ട്. പറയട്ടെ പ്രിയ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. ഒരുപക്ഷെ ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതായിരിക്കാം ദൈവത്തിൻ്റെ വഴി നിനക്ക് വേണ്ടി തുറന്നു വരുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് ചെങ്കടലിനെ അല്ലെങ്കിൽ അതിൻ്റെ നടുവിലൂടെ തൻ്റെ ജനത്തിന് വേണ്ടി ഒരു പാത ഒരുക്കിയ ദൈവം. അഹരോനോടുള്ള ബന്ധത്തിൽ ഒരൊറ്റ രാത്രി കൊണ്ട് തൻ്റെ വടി തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നെങ്കിൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ അധികം സമയമൊന്നും വേണ്ട. നമ്മുടെ ഹൃദയം പല വിധത്തിലും നിരാശപ്പെട്ടു പോയിരിക്കാം. പലരും പറഞ്ഞ വാക്കുകൾ നമുക്കൊരു വേദനയായി തോന്നിയിരിക്കാം. ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, വിശ്വാസത്തോടെ നീ കർത്താവിനോട് അടുത്ത് വന്ന്, യേശുവേ, എൻ്റെ ജീവിതത്തിലെ കുറവുകൾ എന്താണെങ്കിലും അതെന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ആത്യന്തിക പദ്ധതി എന്നിൽ നിറവേറുവാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? വൃത്തിമായി അവരെല്ലാം പറഞ്ഞു മിണ്ടാതിരിക്കണം. എന്നാൽ അവൻ ഏറ്റവും അധികം ഉറക്ക വിളിക്കുക, യേശുവേ, ദാവീദ് പുത്ര, എന്നെ രക്ഷിക്കണമേ. കാരണം അവനറിയാം ചരിത്ര ദിവസമാണ്, അവൻ കാത്തിരുന്ന ദിവസമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളും പ്രതീക്ഷിച്ച സമയത്ത് വിടുതൽ നടന്നില്ല. ആ ഏജൊക്കെ ഓവറായി, ഒരുപക്ഷെ വിവാഹമായിരിക്കാം. ഇനി എന്നാ കർത്താവ്, എന്നാ? പക്ഷെ നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായ ദൈവം ഒരുക്കും. നീ ഒരു വാക്തത്വമുള്ള ദൈവവൈതലാണോ? ദൈവത്തിൻ്റെ ആലോചന കേട്ട ദൈവവൈതലാണോ? സ്വത്രം. ഏലിയാവിനെ സംബന്ധിച്ച് ഒരു മഴയുടെ മുഴക്കം താൻ കേട്ടതാണ്. ആ നിമിഷം തന്നെ അത് വിശ്വസിച്ച് താൻ മുഴങ്കാലുകൾക്കിടയിൽ തലവെച്ച് ദൈവസനെ പ്രാർത്ഥിപ്പാനിടയായി. 6 or 7 പ്രാവശ്യം നോക്കിയിട്ടും ഒന്നുമില്ലെന്നുള്ള ഒരു ഉത്തരവാണ് ബാല്യക്കാരൻ വന്ന് പറഞ്ഞു. എന്നാൽ പിന്നത്തേൽ പ്രതീക്ഷ കൈവിടാതെ ആത്മാർത്ഥമായി താൻ കേട്ട ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ ആ ബാല്യക്കാരൻ വന്നേച്ച് പറയുന്നൊരു ഒരു കാര്യമുണ്ട്. അതാ ഞാൻ കാണുന്നു, ആ കടലിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു മേഘം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ ദൈവവചനത്തോട് നീ ഒന്ന് പ്രതികരിക്കാമോ? നിന്നോട് ഇടപെട്ട ദൈവശബ്ദത്തോട് നീ ഒന്ന് പ്രതികരിക്കാമോ? നീ കാണും അത്ഭുതങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നത്. നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും പിന്നത്തേൽ ദൈവത്തിൻ്റെ മഹത്വമായി തീരും. അത് അന്നേരം ഒരു മനുഷ്യൻ്റെ കൈ പോലെ തോന്നിയെങ്കിലും പിന്നത്തേൽ ക്ഷണത്തിൽ ആകാശം കറുത്തിരുണ്ട് വൻ മഴ പെയ്തു. അതിനെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ എഴുതിയിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ പിന്നത്തേൽ പ്രാർത്ഥിച്ചപ്പോൾ അതേ വീണ്ടും മഴ പെയ്തു, ദേശത്ത് ധാന്യം വിളഞ്ഞുവെന്ന. ചില പ്രാർത്ഥനകൾക്ക് വലിയ റിസൾട്ടുകളാണ്. വൻകാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകും. നിരാശകൾ മാറട്ടെ. അതേ സ്വത്ര ഹൃദയത്തിൽ പറയുന്നതായ ചില ചിന്തകൾ ഇനി നടക്കത്തില്ല. നിരാശയുടെ വാക്കുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പുതുവഴികൾ തുറന്നു വരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. ഇന്ന് അത്ഭുതകരമായ ദൈവമഹത്വം കാണുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകും. അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞ് ഈ ബർത്തിമായിയെ വിളിപ്പിച്ചു. അവിടെ യേശുവിൻ്റെ അടുക്കലേക്ക് അവൻ തൻ്റെ പുതപ്പെല്ലാം വിട്ടേച്ച് ഓടിച്ചെല്ലുകയാണ്. സ്തോത്രം. ആ ബർത്തിമായിയോട് യേശു ചോദിക്കുന്നത്, പറ, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യണ്ടേ? ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യുക? കർത്താവിന് അറിയത്തില്ലേ? കർത്താവിന് ഇതെല്ലാം അറിയാം. ഞാനിത് ചിന്തിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നൊരു ചിന്തയുണ്ട്. ബർത്തിമായി പ്രതീക്ഷിച്ച നിമിഷങ്ങൾ തൻ്റെ മുമ്പിലൂടെ യേശു കർത്താവ് കടന്നു പോകുമ്പോൾ ഒരു ഒളിക്കണ്ണോടുകൂടെ അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞ് യേശു കർത്താവ് നോക്കുന്നുണ്ടായിരിക്കാം. ആ തൻ്റെ ഹൃദയത്തിലെ ആ ഭാരവും വേദനയുമായി യേശുവിനെ കാണാൻ അവൻ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ. പക്ഷേ യേശുദേ മുമ്പോട്ട് കടന്നു പോകുന്നു. നമ്മയും ഇന്ന് കാണിക്കുന്നൊരു ചിത്രവത. നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് നമുക്കിടെ മുമ്പ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിലും, വൈകിയെന്ന് തോന്നിയാലും, സമയമൊക്കെ മുമ്പോട്ട് പോയെന്ന് തോന്നിയാലും, നീ നിലവിളിക്കുമ്പോൾ നിനക്ക് വേണ്ടി നിൽക്കുന്നവനാണ് യേശു കർത്താവ്. അവൻ്റെ നിലവിളിയെ കേട്ട് യേശു നിന്നു. അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, എനിക്ക് അതേ കാഴ്ച പ്രാപിക്കണം, കാഴ്ച ലഭിക്കണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിനെ ഇങ്ങനെ മനസ്സിലാക്കാം. മറ്റുള്ളവരെയൊക്കെ നോക്കുമ്പോൾ അവർക്കുള്ളതുപോലെ എനിക്ക് അതേയില്ല, കാഴ്ചയില്ല. എനിക്ക് പലതും പരിമിതിയാണ്. മറ്റുള്ളവരെ വെച്ച് തുലനം ചെയ്യുമ്പോൾ
അവരിലൊക്കെ കുറവുള്ളവനാണ് ഞാൻ. അതുതന്നെയായ സത്യത്തിൽ നമുക്കും കാണേണ്ടത്. നമ്മളും കുറവുള്ളവരാണ്, പോരായ്മയുള്ളവരാണ്. നമ്മുടെ കുറവുകളെ കാണാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ പോരായ്മകളെ കണ്ടിട്ട് കർത്താവേ, എനിക്ക് ചിലപ്പോൾ ഇച്ചിരി ദേഷ്യം കൂടുതലാണ്, ചില കാര്യത്തോടൊക്കെ ഞാൻ അമിതമായി കോപിക്കുന്നു, ചിലതൊക്കെ എനിക്ക് പൊട്ടിത്തെറിച്ചു പോകുന്നു, അല്ലെങ്കിൽ ചിലതൊക്കെ ഉപേക്ഷിക്കാൻ കഴിയാത്ത നിലയിൽ എന്നെ സ്വാധീനിക്കുന്നു. എനിക്കതിനകത്തുനിന്ന് പുറത്തു വരണം, എനിക്കതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ആ നിലയിൽ ആഴമേറി ആത്മാർത്ഥമായൊരു പ്രാർത്ഥനയാണെങ്കിൽ മറ്റാർക്കും നിന്നെ സഹായിപ്പാൻ കഴിയാത്തിടത്ത് നസറേയനായ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നീ വിശ്വസിച്ചതുപോലെ കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞ് ആ ബർത്തിമായിയുടെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൻ്റെ അഭിലാഷം അവിടെ നിറവേറുവാനിടയായി. അല്പം വൈകിയെന്ന് നമുക്ക് തോന്നിയാൽ, പ്രതീക്ഷിച്ച സമയത്ത് കാര്യങ്ങൾ നടന്നില്ല എന്ന് തോന്നിയാൽ നിരാശപ്പെടരുത്. വലിയ ദൈവമഹത്വം നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കുക. പരിശുദ്ധ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം. ഈ തിരുവെഴുത്തുകൾ കേൾക്കുക മാത്രമല്ല, വിശ്വാസത്തോടെ അത് ഏറ്റെടുത്ത സകല പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ നടക്കാതെ പലപ്പോഴും വൈകിയെന്ന് പറഞ്ഞ് മനസ്സ് ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, പുതുവഴികൾ തുറന്നു വരട്ടെ. കർത്താവെ, നല്ല റിസൾട്ട് അവർക്ക് കിട്ടട്ടെ. അവരാഗ്രഹിക്കുന്ന നിലയിൽ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി വൻ കാര്യങ്ങളെ അവിടുത്തെ ഹിതപ്രകാരം ചെയ്ത് മാനിച്ച് അവിടുത്തെ നാമം ഈ പ്രിയപ്പെട്ടവരുടെ മഹത്വപ്പെടുവാൻ സഹായിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുകയായി സ്തോത്രം. വരും ദിവസങ്ങളത് സാക്ഷ്യമായി പറയത്തക്ക നിലയിൽ കർത്താവ് ചെയ്യുന്നതോർത്ത് നന്ദി കരയേറ്റുന്നു. മുഴുമഹത്വം അങ്ങേക്കാം. കർത്താവായ യേശു ക്രിസ്തു എന്ന തുല്യ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷാൽ നിങ്ങൾക്ക് ഈ ചാനൽ ഒരു അനുഗ്രഹമാണെങ്കിൽ നിശ്ചയമായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.